TG പശ്ചിമേഷ്യയിൽ ഇങ്ങനെ അടി മൂക്കുന്നു, ഇടയ്ക്കൊന്ന് നിൽക്കുന്നു, വീണ്ടും അടിക്കുന്നു. ട്രംപ് അടിക്കണ്ടെന്ന് പറയുന്നു, ട്രംപ് തന്നെ അടിക്കുന്നു. ഇതിപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയില്ലേ, ഈ പേരെടുക്കാൻ പോയ പതിച്ച് ഇരട്ട പറ്റുന്ന ട്രംപ് മിനിഞ്ഞാന്നാണ് ട്രംപ് ചൂടായത് നെതന്യാഹുവിൻ്റെ അടുത്ത്. മര്യാദയ്ക്കിരുന്നോളാം, നീ ഒറ്റയ്ക്കായി പോകും കേട്ടോ, ഞാൻ കാലുവരിക്കും ഉള്ള കാര്യം എന്നെ നിനക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞ് വരട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഇങ്ങോട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു, ഇസ്രായേൽ തിരിച്ചു ആക്രമിച്ചു. അപ്പോൾ അങ്ങനെ ഒരടി അങ്ങോട്ട് ഒരടി ഇങ്ങോട്ടൊക്കെ ആയപ്പോഴാണ് ട്രംപ് ഇങ്ങനെ കയറി ചൂടായത്. ഈ ചൂടായ ട്രംപിൻ്റെ അപ്പാച്ചി ഹെലികോപ്റ്റർ ഏത് അപ്പനാടായി പറക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇറാൻ ഒറ്റ വെടി അപ്പാച്ചി മൂക്കും കൊത്തി താഴെ വീണു. അപ്പോൾ ട്രംപിന് പ്രാന്തായി, അടിക്കളാവിനെ ട്രംപ് കയറി അടിച്ചു. ഇപ്പം നെതന്യാഹു നമ്മൾ ചിരിക്കുന്ന പോലെ നെതന്യാഹു ചിരിക്കുകയാണ്. മൂപ്പരെ എന്നെ പേടിപ്പിക്കാൻ വന്നതായപ്പോൾ മൂപ്പർക്ക് അടി കിട്ടി കഴിഞ്ഞാൽ പുള്ളി തിരിച്ചടിച്ചു. എല്ലാം കൂടെ അലമ്പായി. സത്യത്തിലിപ്പോൾ ഈ അമ്പലപ്പറമ്പിലെ അടിയില്ല, അതുപോലെയാണ് അടി നടക്കുന്നത്. കൂട്ടത്തല്ലാണ്. കൂട്ടത്തെ ആരെ തല്ലുന്നു എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് വാസ്തവത്തിലൊരു സംശയമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവരുടെ സീസ് ഫയർ 60 ദിവസമായി. ഈ 60 ദിവസം കൊണ്ട് ഇറാൻ അവരുടെ കുറേ അധികം മിസൈലുകൾ കൂടെ അസംബിൾ ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുക്കാനായിട്ട് ട്രംപ് സമയം കൊടുക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ ട്രംപ് ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാനെ കൊണ്ട് വെടിവെച്ച് ഇടിയിച്ചതായിരിക്കും. കാരണം ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് 2 പൈലറ്റുമാരാണ് അവർ ഇജക്റ്റ് ചെയ്ത് കടലിൽ വീണു. അവരെ അമേരിക്ക രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയാമോ? അൺമാൻഡ് വെഹിക്കിൾ വെച്ചിട്ടാണ്. സീ ഡ്രോൺ, അത് ഭൂമിയിലെ ആദ്യത്തെ പരീക്ഷണമാണ്. അതായത് കടലിൽ കൂടെ പോകുന്ന ഡ്രോൺ, അതിൽ ഇവരാരുമില്ല, ജീവനക്കാരുമില്ല. അത് തന്നെത്താനെ പോയിട്ട് ഈ വീണ പൈലറ്റുമാരെ കയറ്റി കരയിലേക്ക് കൊണ്ടുവരും. ഫസ്റ്റ് ടൈമാണ് അൺമാൻഡ്. സാധാരണ ഇവർ പാരച്യൂട്ടിൽ എവിടെയെങ്കിലും വീഴും, ആൾക്കാർ ചെറിയ ബോട്ടിലോ ഇതിലോ ഒക്കെ പോയിട്ട് ഇവരെ രക്ഷപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ആ സംവിധാനത്തിൽ തന്നെ അത് അൺമാൻഡായിട്ട് ഓപ്പറേറ്റ് ചെയ്തു ഫസ്റ്റ് ടൈം. ഇനി കടലിൻ്റെ ആഴത്തിൽ ഇതുപോലത്തെ ഓപ്പറേഷൻ നടത്താൻ കഴിവുള്ള സാധനം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അവർ ഡെവലപ്പ് ചെയ്തു, ഫസ്റ്റ് ടൈം അവർ ടെസ്റ്റ് ചെയ്തു, ഇറ്റ് വാസ് സക്സസ്ഫുൾ. 2 പൈലറ്റുമാരെയും അവർ രക്ഷപ്പെടുത്തി. അപ്പോൾ മനുഷ്യജീവന് അപകടം ഏറ്റവും കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ പട്ടാളത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അതുകൊണ്ടാണ് നോക്കി ഇത്രയും യുദ്ധം സംഗതിയൊക്കെ കഴിഞ്ഞിട്ട് 26 പേരോ മറ്റുമാണ് അമേരിക്കയുടെ പട്ടാളക്കാർ മരിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യജീവൻ്റെ ഡാമേജ് ഏറ്റവും കുറയ്ക്കുക. ഈ പരീക്ഷണം നടത്താൻ എന്താ മാർഗം? പട്ടാളം പോലും അറിയാതെ ഇപ്പോൾ പട്ടാളക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഇജക്റ്റ് ചെയ്ത് കടലിൽ ചാടിക്കോ, നമ്മളുടെ അൺമാൻഡ് വെഹിക്കിൾ സീ ഡ്രോൺ വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അവർ പറയും, സീ ഡ്രോൺ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല, അതിന് നമുക്ക് എന്തെങ്കിലും ആ സംവിധാനം ആദ്യം ഉണ്ടാക്കുക, എന്നിട്ട് ഞാൻ ചാടാമെന്ന് പറയും. കടലിൽ ചാടുന്ന നിസ്സാര സംഗതിയല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആരും അറിയാതെ യുവമാരെ ഈ പരീക്ഷണത്തിന് വിധേയരാക്കുക. അപ്പോൾ ഏറ്റവും വിശ്വസ്തമായിട്ട് ഇത് ചെയ്യാവുന്ന അപ്പാച്ചെ ഹെലികോപ്റ്ററിന് വെടിവെക്കണമെന്ന് അമേരിക്കക്കാരനോട് തന്നെ പറയാൻ പറ്റുമോ? നീ തന്നെ നിൻ്റെ ഹെലികോപ്റ്റർ, അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് ചോദിക്കും, ലീക്കാവും. ഇറാനോട് പറഞ്ഞാൽ ഈ കുഴപ്പമില്ല. അപ്പോൾ ഇറാനോട് പറയുന്നു, എടാ ഒരു അപ്പാച്ചെ അങ്ങോട്ട് വരും രാത്രി ഒരു 10:30 മണിയാകുമ്പോൾ, നീ വെടിവെച്ചിട്ടോളണം. എന്താ ചേട്ടാ സംഭവമൊക്കെ ഞാൻ പറഞ്ഞ് നീ വെടിവെച്ചിട്ട്. ഇറാനൊരു ഹരമാണല്ലോ, അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. നമ്മൾ 22 എണ്ണത്തിന് ഓർഡർ കൊടുത്തിട്ട് അത് വന്നോ? അത് കുറേയൊക്കെ വന്നു. അങ്ങനത്തെ സാധനമാണ് അപ്പാച്ചെ. ലോകത്തിലെ ഏറ്റവും പ്രഷ്യസ് ഹെലികോപ്റ്ററാണ് അപ്പാച്ചെ. അപ്പോൾ അങ്ങനെ അന്യോന്യം പറഞ്ഞിട്ട് അപ്പാച്ചെ വെടിവെച്ച് ഈ സീ ഡ്രോൺ ടെസ്റ്റ് ചെയ്തു. അതിന് പകരം അടിച്ചു എന്ന് വരുത്താനായിട്ട് ഇറാനിലെ, അല്ലെങ്കിൽ തന്നെ അവിടെ ബോംബ് വീണെടുത്ത് പിന്നെ ഒരു ബോംബ് കൊണ്ടുപോയിട്ടിട്ട് എന്താ കാര്യം? ഇതാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ നാശമൊന്നും ഉണ്ടാക്കിയില്ല, നശിഞ്ഞ് കിടന്നിടത്ത് പിന്നെയും ഒരു ബോംബിടുന്നു. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അമേരിക്ക എന്തും ചെയ്യും.